ഹലോ വലിച്ചേട്ടാ, ഞാനിവിടെ ഉണ്ട്, ക്ലോക്ക് ടൗണിൻ്റെ അടുത്തുള്ള കഫ്റ്റീരിയയിൽ. ആണോ? ഓക്കെ ഓക്കെ, എത്തിയോ? ഞാൻ തീർത്തി. നമസ്കാരം വലിച്ചേട്ടാ. നമസ്കാരം. എന്താണ് ഏണി വല്ലതും ആണോ? അതല്ല, പിന്നെ ചായ എടുക്കട്ടെ? ചായ ഒന്നും വേണ്ട, നീ കാര്യം പറ. അത് ഞാനൊന്ന് സൂചിപ്പിച്ചില്ലേ, എനിക്കൊരു പ്രൊഡ്യൂസർ വേണം. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഫ്രണ്ടിൻ്റെ നല്ല കഥയുണ്ട്. പിന്നെ ബാലചേട്ടന് അറിയാലോ എൻ്റെ ഒരു സംവിധാന മുഖം. അപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത്? ചേട്ടാ, അത് ഒരു സിനിമ മിനിമം ബഡ്ജറ്റിൽ ഞങ്ങളൊരു പ്രൊഡ്യൂസറെയാണ് തപ്പുന്നത്. ചേട്ടൻ്റെ കയ്യിൽ ഒരാളുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. സംഗതി എനിക്ക് മനസ്സിലായി, എൻ്റെ അടുത്ത് ആളുമുണ്ട്. പക്ഷേ ഇതുകൊണ്ട് എനിക്കെന്ത് ഗുണമുള്ളത്? ഇത് നടന്നാൽ എൻ്റെ ഈ സിനിമയിൽ ചേട്ടൻ നല്ലൊരു വേഷം തരും. വേഷമൊന്നും എനിക്ക് വേണ്ട, ഉള്ള വേഷം തന്നെ മര്യാദയ്ക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയുന്നില്ല. പിന്നെ ചേട്ടൻ എന്തോ എൻ്റെ കയ്യിലൊരാളുണ്ട്, പക്ഷേ അങ്ങേര് തരുന്ന കാശിൻ്റെ ഒരു പങ്ക് എനിക്ക് തരണം. ആളെ പറഞ്ഞ് പറ്റിച്ച് വീഴ്ത്തുന്ന പണിയാ മോനെ, ഒരല്പം റിസ്ക്കാണ്. അത് ഞാനേറ്റു. എന്നാ ശരി, നീ വാ. പണച്ചാക്കാണ്. ഞാൻ പറഞ്ഞ അയാൾ എന്തൊക്കെ, പിന്നെ സിനിമയെ പറ്റിയുള്ള നിന്റെ വിവരമൊന്നും അവിടെ വളമാന്ന് കാണാം. അയാളും പല കാര്യങ്ങളും ആവശ്യപ്പെടും, അതെല്ലാം സമ്മതിച്ചേക്കാം. ഇന്റർനെറ്റിലുള്ള നിന്റെ ഈ സിനിമയുടെ വിവരമൊന്നും അവിടെ വളമാന്ന് കണ്ടേ? ഈ പഴയ സംവിധാനമുള്ള നിന്റെ കൊച്ചു ഒട്ടുമില്ല. പിന്നെ ഞാൻ അയാളുടെ മുമ്പിൽ പല നമ്പറും ഉണ്ട്, നീ മിണ്ടാതെ സമ്മതിച്ചോളൂ. അത് ഞാൻ ഓക്കെ അല്ലേ? അതെ ഇക്ക, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ പറ്റി പറഞ്ഞിട്ടായിരുന്നു ഈ സിനിമയിൽ എടുക്കുന്നത്. അതെ, ജാസിം. ഇവൻ 2-3 മലയാള സിനിമ ചെയ്തിട്ടുണ്ട് അല്ലേ? ആരാന്റെ മുല്ല, കൊച്ചുമുല്ല, ചന്ദ്രലേഖ, പ്രേമം. പക്ഷെ ഇതൊന്നും അത്ര വലിയ പടങ്ങളല്ല. പക്ഷെ ഇപ്പൊ ഇക്ക ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ, ഞാൻ മീറ്റിംഗ് അപ്പൊ ഇക്ക ഇവനിപ്പോ മമ്മൂട്ടിയുടെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. മമ്മൂട്ടിക്ക് അതിൽ ഇഷ്ടപ്പെട്ടു. അതിലല്ലേ ഞാനിവിടെ ഉള്ളത്. ഇവൻ വന്നിട്ട് മമ്മൂട്ടിക്ക് കഥ ഇഷ്ടപ്പെട്ടു, ഡേറ്റും തന്നു, ഇനി വിശ്വസിക്കാൻ കൊള്ളുന്നൊരു പ്രൊഡ്യൂസറാണ് വേണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ ഇക്കയുടെ മുഖാവുന്നു. 1 കോടി ഉണ്ടെങ്കിൽ സംഗതിക്ക് ആണോ? 1 കോടി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കും. അവസാനം എന്റെ മക്കള് അവരുടെ കാശ് ഞാൻ കൊണ്ട് കളഞ്ഞെന്ന് പറയുമോ? അത് മതിക്ക. എന്നാ ശരി, ഞാൻ ഓക്കെ. മമ്മൂട്ടി പടമല്ലേ, പിന്നെ ബാലു എന്നൊരു കാര്യം പറഞ്ഞാൽ ഞാൻ തള്ളാൻ പറ്റുമോ? കഥയൊക്കെ ഓക്കെ, കഥ നല്ലതായതുകൊണ്ടല്ലേ മമ്മൂട്ടി ഏറ്റത്. അത് ശരിയാണ്. അപ്പൊ നമ്മളിതങ്ങ് ഉറപ്പിക്കട്ടെ.
ശരി, നിങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക. ശരി, ഞാനെന്നാലേ ഇതിന്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കി അതിന്റെ ഡെവലപ്മെന്റ്സ് എന്താണെന്നുള്ളത് അപ്പം പോകുന്നത് ഞാൻ അറിയാം. ഓക്കെ, ശരി. ശരി, എന്നാ കാണാം. ആരായിരുന്നു? കുറെ നേരമായല്ലോ. വല്ല കോള് വേണോ? കോളാണ്, ഒരു സിനിമ കോള്. എന്നിട്ട് 1 കോടിക്ക് ഒരു മമ്മൂട്ടി പടം കോളല്ലേ? അതേത് പടം? ഭിത്തി തൂക്കണ പടം? അതൊന്നും എനിക്കറിയില്ല. കുറച്ചു നേരം ഞാൻ നിന്ന് കേട്ടു കൊടുത്തു. 4 പടം ചെയ്തല്ലിക്ക. ഇക്കൊക്കെ പറയായിരുന്നില്ല 1 കോടിക്ക് മമ്മൂട്ടി പടം പോയിട്ട് പുതുമോളെ വെച്ച് പോലും ചെയ്യാൻ പറ്റില്ലെന്ന്. ഇതൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനായിട്ടാ? ബാലു പയ്യനെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നേ. അവനാണെങ്കിൽ സിനിമയെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ പടച്ചവനറിയാം. ഇക്കെന്തിനാ ഉമ്മാർക്ക് പടം വെച്ച് കൊടുക്കണം? അതിനെന്താ കുഴപ്പം? ആ ബാലു ഇപ്പം പയ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അറിയാം? ഒരു മണ്ടനായ കാശാരനുണ്ട്, ഞാൻ അയാളെ പറഞ്ഞു വീഴ്ത്താം, ഞാൻ പറഞ്ഞ അയാൾ കേൾക്കും എന്നൊക്കെ ആയിരിക്കും. ഞാനതുപോലെ ഒരു മണ്ടനായിട്ടങ്ങ് അഭിനയിച്ചു കൊടുത്തു. അതിനെന്താ കുഴപ്പം? ഇനി അവൻ്റെ ജോലിയാണ് മമ്മൂട്ടിയെ കണ്ടുപിടിച്ച് ഈ കഥയൊക്കെ പറഞ്ഞ് ഇത് ഓക്കെ ആക്കി വെക്കുക എന്നുള്ളത്. ഇനി മമ്മൂട്ടി ഓക്കെ പറഞ്ഞ് എനിക്കെന്താ കുഴപ്പം? ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും. അതുവരെ ഇത് മമ്മൂട്ടിയെ കണ്ടുപിടിക്കാതെ അവൻ എൻ്റെ മുമ്പിലേക്ക് വരാൻ പറ്റുമോ? അത് നടക്കുന്നവരെ ഒരു 10 കാര്യങ്ങളെങ്കിലും ഞാൻ അവനെ കൊണ്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. ഇപ്പം ആരാ മണ്ടൻ? എനിക്കാരെയും വെറുപ്പിക്കുന്നൊന്നും ഇഷ്ടമല്ല. 1 കോടിക്ക് ഒരു മമ്മൂട്ടി പടം, അത് 2 മമ്മൂട്ടി പടം ചെയ്ത എന്നോട് ഈ ബിസിനസ്സൊക്കെ നടത്താൻ കുറച്ച് ബുദ്ധി വേണമെന്ന് ചിന്തിച്ചൂടെ? ചേട്ടാ, മമ്മൂട്ടിയെ വെച്ചിട്ടൊക്കെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കഥ വേണ്ടേ? അപ്പൊ നിന്റെ അടുത്ത് കഥയില്ലേ? കഥയുണ്ട്, പക്ഷേ കഥ ഇല്ലെങ്കിൽ നീ പറ. നല്ല കഥ ഏതാണ് എൻ്റെ കയ്യിലുണ്ട്, നമുക്ക് വേണമെങ്കിൽ അയാളെ പോയി കാണാം. അത് നിന്റെ സിനിമ നടക്കണമെങ്കിൽ മതി. അത് ശരിയാ, സിനിമയ്ക്ക് നല്ല കഥ വേണം. അതൊക്കെ അറിയാം. ഞാൻ വിചാരിച്ചു ഇത് ചുമ്മാ ഒന്നും അറിയാണ്ട് ചാടി ഇറങ്ങിയതെന്നാ. അതിപ്പം ബാലചന്ദ്രയിലുള്ള സ്ക്രിപ്റ്റ് റൈറ്റർ ആരാണ്? അതെൻ്റെ പരിചയത്തിലുള്ള ഒരാളാ, വലിയ എഴുത്തുകാരനാ. പക്ഷെ നിന്നെ ഞാൻ അവിടെ സിനിമ ചെയ്തു എന്നൊട്ടൊന്നും പരിചയപ്പെടുത്താൻ പോകുന്നില്ല. അവൻ മനസ്സ് വെച്ചാ നീ രക്ഷപ്പെട്ടു. അത് മതി, അത് മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ അയാളെ ഫോണിൽ വിളിക്കാം, നമുക്ക് നാളെ പോയി കാണാം. ഓക്കെ, ശരി. എടാ, അപ്പൊ നീ എന്നെ ഒറ്റക്കാക്കിയിട്ട് പോവാണോ? അയാളെ പോയി കാണണം. അത് സോറി ഏട്ടാ, ഞാൻ മറന്നുപോയി. ഇനിയിപ്പോ നിന്റെ ആവശ്യങ്ങളിലെ കഴിയുമ്പോ നീ ബാലിച്ചേട്ടനെ അങ്ങ് മറക്കോടാ. അങ്ങനെയൊന്നുമില്ല. നോക്ക് പോ. അനൂപേ, വിവേക്, രണ്ടുപേരോടും കൂടി ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ബട്ട് ഞെട്ടരുത്. എന്താ പ്രശ്നം? വെള്ളിയാഴ്ച നീ എവിടെയായിരുന്നു ഇത്ര നേരം? അതൊക്കെ ഞാൻ പറയാം. എൻ്റെ ജീവിതത്തിൽ അതിസങ്കീർണമായ കാര്യങ്ങൾ ഇന്ന് നടന്നു. ഞാൻ ശരിക്കുമാണോ, ഞാനത് സ്വപ്നത്തിലാണെന്ന് പോലും എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല. അതെന്താ നീ ഇന്ന് പള്ളിയിൽ പോയി ആദ്യമായിട്ട്? ഞാനൊരു പ്രൊഡ്യൂസറെ കണ്ടു. അയാൾ എൻ്റെ സിനിമ ചെയ്യാമെന്നും പറഞ്ഞു. ആരാണ് നായകനെന്നറിയാവോ? പിന്നെ ആരാ നായകൻ? പ്രൊഡ്യൂസറുടെ മോൻ? അല്ല, നോ. ആസിഫ് അലി? നോ. എന്നാ പിന്നെ ടൊവിനോ? നോ. കുഞ്ചാക്കോ ബോബൻ അല്ലെങ്കിൽ ഇന്ദ്രജിത്ത്? നോ 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 നോ. പിന്നെ ഒന്ന് പറഞ്ഞു തൊലക്കി. യെസ്, എൻ്റെ ആദ്യ സിനിമയിലെ നായകൻ സാക്ഷാൽ മമ്മൂട്ടി. അപ്പോ നീ പറഞ്ഞു വരുന്ന അയാൾ 1 കോടി രൂപ ചെലവാക്കാൻ റെഡിയാണെന്നാ? 1 കോടിയൊന്നുമല്ല, 9 കോടി വരെ ചെലവാക്കും ബാലുചേട്ടൻ പറഞ്ഞ. ആളൊരു മണ്ടനാണ്. പിന്നെ ഞാൻ പറഞ്ഞു 1 കോടി മതി എന്ന് പറഞ്ഞു. എനിക്ക് എന്റെ കാര്യങ്ങളൊന്നും പറയുന്നു. മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞാല് എടാ, ആ മമ്മൂട്ടി ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ബ്രദറായിട്ടല്ലടാ നീ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് വേറൊരാളാണ്. അതാരാ? നമ്മൾ ഒരുമിച്ച് പടം ചെയ്യാന്നല്ലേ പറഞ്ഞത്? അത് ബാലുചേട്ടൻ്റെ ഒരു ഫ്രണ്ടാണ്. പുള്ളി കുറെ പടത്തിലൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. പുള്ളിയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ നടന്മാരൊക്കെ പെട്ടെന്ന് സാധിക്കും. താങ്ക്സ് മച്ചാ, പ്രൊഡ്യൂസറെ കിട്ടിയപ്പോ നമ്മളെ രണ്ടുപേരും നൈസായിട്ട് ഒഴിവാക്കിയല്ലേ? എടാ,
സിനിമ നടക്കല്ലാണ് വേണ്ടത്. എൻ്റെ സിനിമ നടന്നാൽ നിങ്ങളും കൂടെ അല്ലേ? ബാലൻ പ്രസിഡന്റോ? ഇയാളിപ്പോ എന്തിനാ എന്നെ വിളിക്കുന്നത്? ബാലിച്ചേട്ടൻ ഏത് ഇയാളാണ് നിന്റെ ബാലിച്ചേട്ടൻ? ലോക ഫ്രോഡാണത്. ഹലോ പ്രസിഡന്റ്. വിവേകേ, എന്തുണ്ടോ വിശേഷം? സുഖം ചേട്ടാ, കുറെ ആയല്ലോ, ഒരു വിവരമില്ലല്ലോ. വിവരൊക്കെ ഉണ്ടടാ, അത് ആൾക്കാർ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്ന, നീ അത് വിശ്വസിക്കൊന്നും വേണ്ട. ഞാൻ നിന്നെ ഇപ്പൊ വിളിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ്. പറ കേൾക്കുന്നുണ്ട്. എനിക്ക് സിനിമ എടുക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. അവനെ ഇതൊരു മണ്ടൻ കാശാരനെ കൊണ്ടേ കാണിച്ചു കൊടുത്തു. അയാളാണെങ്കിൽ സിനിമ ചെയ്യാൻ ഏൽക്കുകയും ചെയ്തു. ഞാനെന്ത് ചെയ്യാനാ? അതിനിപ്പോ ഞാൻ എന്താ വേണ്ടത്? എടാ, അവനൊരു സ്ക്രിപ്റ്റ് വേണം. ഞാൻ എൻ്റെ കയ്യിൽ വലിയൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്? എടാ, ആ റൈറ്റർ നീയാണ്. ഞാൻ നാളെ കഴിഞ്ഞ് അവനെ നിന്റെ മുമ്പിലേക്ക് അങ്ങ് കൊണ്ടുവരും. നീ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ജാടയിട്ട് അവൻ്റെ മുമ്പിൽ അങ്ങ് അവതരിപ്പിച്ചേക്കണം. എടാ അതെ, ആ പയ്യനെ നീ ഒന്ന് രണ്ടും പറഞ്ഞങ്ങ് പേടിപ്പിച്ച് നിർത്തണം. പിന്നെ അതെനിക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? അയ്യോ ബാലൻ പ്രസിഡന്റ്, എനിക്ക് ഇതൊക്കെ എങ്ങനെ? എടാ, നീ പ്രസിഡന്റ് എന്ന് പറഞ്ഞ കളിയാക്കൊന്നും വേണ്ട. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റ കഥയിൽ എല്ലാവർക്കും അറിയുന്നു. നീ ഞാൻ പറയുന്നൊന്ന് സമ്മതിക്കേ. ചിക്കിലി തടയുന്ന കേസാ ഈ സ്ക്രിപ്റ്റ് എത്ത് ഡിസ്കഷൻ മണ്ണാങ്കട്ടാന്നെല്ലാം പറഞ്ഞ് 3-4 മാസം അങ്ങ് തള്ളി കളയാനുള്ളതാ. ഓക്കെ മറ്റന്നാളല്ലേ, ഞാൻ ഏറ്റു. എന്റെ ഷെയർ 50-50. ഓക്കെ അത് ഞാൻ ഏറ്റു. ശരി. എടാ, ഇയാളെ നിനക്കെങ്ങനെ പരിചയം? ലോക ഫ്രോഡാടാ. അത് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഈ സിനിമ നടന്മാരുടെയൊക്കെ കൂടെയുള്ള ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത്. അങ്ങനെ പറ. നീ കൂടുതലൊന്നും പറയണ്ട, നീ ആരുടെ മ്യൂച്വൽ ഫണ്ടാ. ആണോ? പൊട്ടനും പോയി ചെട്ടിയും പോയി. എൻ്റെ അമ്മ, ഇതുപോലുള്ള കുറേ പൊട്ടന്മാർ കാശുകാരും സിനിമാ ഭ്രാന്തന്മാരും ഉണ്ടായിരുന്നെങ്കിൽ പടിയെടുക്കാണ്ട് ജീവിക്കായിരുന്നു. 1 കോടിക്ക് മമ്മൂട്ടിയുടെ സിനിമ ഇവനൊക്കെല്ലാം നേരെ കൊടുത്തിട്ടില്ലേ? എന്തായാലും ഇവരൊക്കെ ഇങ്ങനെ തന്നെ നേരത്തെ തരുന്ന ദൈവമേ, വീടിൻ്റെ വാർക്ക് പടി തീർക്കാനുള്ളതാ. ആരാ നായകനെന്ന് പറഞ്ഞ? സാക്ഷാൽ മമ്മൂട്ടി. അതാര് സാക്ഷാൽ മമ്മൂട്ടി? വീടേ എത്ര കാശ് പോയി? 100? ആര് ബാലോ? 500 പോയല്ലേ, അതിൽ ഒതുങ്ങിയ നിന്റെ ഭാഗ്യം. അതെ, ആദ്യ റെമ്യൂണറേഷനിൽ നിന്ന് 500 ദിർഹംസ് കുറഞ്ഞു പോയിന്ന് പോസിറ്റീവായിട്ട് നീ ചിന്തിച്ചാൽ മതി. അല്ലാതെ പറ്റിച്ചു എന്ന് ചിന്തിക്കരുത് കേട്ടോ. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും.